അപ്പോൾ നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് ജമ്മുവിലെ ഉധംപൂറിൻ്റെ അടുത്താണ് നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത്. ഇതിൻ്റെ മേലെ സ്റ്റേ ചെയ്തിരുന്നത്. നമ്മളിനി പോണത് ബനിഹാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതൊരു ഹിൽ റേഞ്ചാണ്. ഇനിയിപ്പോൾ ഫുള്ള് ഹില്ല് തന്നെയാണ്. ഇവിടെയാണ് കുറച്ച് ചൂടുള്ളത്. ഒരു 31 ഡിഗ്രിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. പക്ഷേ സെയിം ടൈം ബനിഹാലിൽ 16 ഡിഗ്രിയാണ്. അതിന് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ബനിഹാലിലാണ് പോകുന്നത്. ബനിഹാലിൽ നമ്മൾ പിന്നെ ആലോചിക്കണം എവിടേക്കാണ് പോകേണ്ടത്. പാൽഗാം. ബനിഹാലിന് നമ്മൾ പാൽഗാം അന്ന് രാത്രി അവിടെ മിക്കവാറും സ്റ്റേ ചെയ്യുക. അവിടെ നിന്നും ഏകദേശം 80 കിലോമീറ്റർ 90 കിലോമീറ്റർ ഉള്ളൂ. അപ്പം ഇന്ന് ഏകദേശം 200 കിലോമീറ്ററിന് അടുത്ത് നമ്മൾ ട്രാവലിംഗ് ചെയ്യുന്നുള്ളൂ. I know you think she's sweet as candy. I know you wanna be with her. But Josie got a reputation to scratch behind that purr. She's got her little game perfected. She'll let you think you have control. And then one day when you least expect it, she'll steal away your soul. It's so easy when you think you're winning, but she's got herself another plan. You think you're being clever like a modern man, but Josie has the upper hand. I know you're not to blame, and there's no shame in falling for her siren. But while you're still a man, you better get out while you can. It's so easy when you think you're winning, but she's ട്രാഫിക്കാണ്, ഒരു രക്ഷയില്ല. മഴയും കൂടെ പോയ റോഡ് ഫുൾ. നമ്മളിപ്പോൾ ഏകദേശം 50 കിലോമീറ്റർ നമ്മൾ പാസ് ചെയ്ത് ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഇതാ ഹോട്ടലിൽ കാശ്മീരി ഐറ്റംസാണ് ഉള്ളത്. ബിരിയാണി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. ചിക്കൻ റൈസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വിചാരിച്ച് ചിക്കൻ മിക്സ് ചെയ്ത റൈസ് ആയിരിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല, സെപ്പറേറ്റ് ചോറും ചിക്കൻ കറിയും കൊണ്ടുവന്നിട്ടുള്ളത്. ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. നോക്കാം. കാശ്മീരിൻ്റെ ടേസ്റ്റാണ്. ചിക്കൻ हाँ एक चिकन हाँ आ गया सर, आ गया. हाँ ओके. കുഴപ്പമില്ല. അരിക്കൊരു ചെറിയ വ്യത്യാസമുണ്ട്. നെയ്ച്ചോറിൻ്റെ അരിയല്ല, നമ്മുടെ നാട്ടിലെ അരിയല്ല, എന്തോ ഒരു. പക്ഷെ കുഴപ്പമില്ല, സെറ്റ് സംഭവമാണ്. ടേസ്റ്റ് ഉണ്ട് സംഭവം. ചിക്കൻ ഫ്രൈ വന്നിട്ട് കാണാം. നമ്മൾ ഫ്രൈ വന്നിട്ടുണ്ട്. മസാല ഒന്നുമില്ലാതെ അതുപോലെ അങ്ങ് പൊരിച്ചെടുത്ത സംഭവമാണ്. നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇതല്ല. ഇനിയിപ്പോൾ പറ്റി കാര്യമില്ല കഴിക്കാൻ. हाँ अभी खेत के डालू या हाँ ओके. इधर है. आजा नॉन वेज वाले आजा भैया, आजा सर. മസാല തൊട്ടിട്ടില്ല. നമ്മൾ അടുത്ത ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഇതാണ് പൊടി, ഫുള്ള് റോഡ് പണിയും പൊടിയെല്ലാം കൂടി ആയിട്ട് താടിയിലും മീശയിലും വരെ പൊടി പറ്റിയിട്ട് മൊത്തം പൊടി. ഡ്രസ്സെല്ലാം പൊടി കണ്ടോ, കംപ്ലീറ്റ് കണ്ടോ, ഫുൾ ഇതാണ്. ഫുള്ള് റോഡ് പണിയാണ്. മല ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് ഏതോ ഒരു താഴ്വാരമാണ് കണ്ടോ, താഴ്വാരം. അതിങ്ങനെ ഒരു നദി ഇങ്ങനെ ഒഴുകി ഒഴുകി വരികയാണ്. അത്യാവശ്യം നല്ല ഫ്ലോ ഉണ്ട്. കാശ്മീരിലെ ഇതൊക്കെ മണ്ണിടിഞ്ഞിട്ട് പൊളിഞ്ഞാണിത് കണ്ടോ. ഇതിപ്പോൾ എല്ലാം മണ്ണിടിഞ്ഞിട്ട് പൊളിഞ്ഞാണ് സംഭവം. ഇതെല്ലാം റീകൺസ്ട്രക്ട് ചെയ്യുന്നു.
അതുകൊണ്ട് ആ വീടിൻ്റെ ആ ഭാഗം കണ്ടോ, ഫുള്ള് മണ്ണിടിച്ചിലാണ് ഇവിടെ കംപ്ലീറ്റ്. കണ്ടോ മലവെള്ളപ്പാച്ചിൽ അത്യാവശ്യം നല്ല ഫ്ലോ ഉണ്ട്, ഭയങ്കര ശക്തി തന്നെയാണ് വെള്ളം വരുന്നത്. രണ്ട് മലയിടുക്കിൻ്റെ ഇടയിലൂടെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു കുന്നാണ്, മൊത്തം ഇങ്ങനെ തന്നെ കുന്നുകൾ മാത്രമേ ഉള്ളൂ. കണ്ടോ ആടുകൾ, കണ്ടമാനം ആടുകൾ, ഇതേപോലെ കുതിരകളെയും ആടുകളെയും ഇങ്ങനെ കൊണ്ടുപോകണ കാണാം ഇടയന്മാർ. കണ്ടോ I know you think she's sweet as candy. I know you wanna be with her, but Josie got a reputation to scratch behind that purr. She's got her little game perfected. She'll let you think you have control, and then one day when you least expect it, she'll steal away your soul. It's so easy when you think you're winning, but she's got herself another plan. You think you're being clever like a modern man, but Josie has the upper hand. I know you're not to blame, and there's no shame in falling for her siren, but while you're still a man, you better get out while you can. It's so easy when you think you're winning, but she's got herself another plan. You may think you're being clever like a modern man, but Josie has the upper hand. It's so easy when you think you're winning, but she's got herself another plan. You may think you're being clever like some kind of modern man, but Josie has the upper hand. You may think you're being clever like a modern man, but Josie... I know you think she's sweet as candy. I know you wanna be with her, but Josie got a reputation to scratch behind that purr. She's got her little game perfected. She'll let you think you have control, then one day when you least expect it, she'll steal away your soul. It's so easy when you think you're winning, but she's got herself another plan. കാശ്മീരിലെ പഹൽഗാം എന്ന് പറയുന്ന ഒരു താഴ്വാരത്തിലാണ് നമ്മളുള്ളത്. ഒരു അടിപൊളി പ്ലേസാണ്. നല്ല എന്താ പറയുക, നമ്മുടെ റൂമിൻ്റെ അപ്പുറത്ത് കൂടെ തന്നെ ഒരു തടാകമുണ്ട്, ഒരു അരുവിയുണ്ട്, നല്ല തണുപ്പുണ്ട്. നമ്മൾ ജമ്മു ൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതേപോലെ ഒന്നല്ല, നല്ല തണുപ്പുണ്ട്, നല്ല അടിപൊളി വ്യൂസാണ്. മാക്സിമം വ്യൂസ് നമുക്ക് നാളെ കാണാം. വരുമ്പോഴുള്ള വ്യൂസ് എല്ലാം കണ്ടല്ലോ, അടിപൊളിയാണ്. ഇപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാണ്. വലിയൊരു മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ, കുറച്ച് ഫുഡ് കഴിക്കണം, ATM പോകണം, അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. എന്നാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. പഹൽഗാം എന്ന ഒരു ബ്യൂട്ടിഫുൾ ചെറിയ ഒരു കുഞ്ഞ് ബ്യൂട്ടിഫുൾ സിറ്റിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാശ്മീരിൻ്റെ ഒരറ്റത്ത് കിടക്കുന്ന ഒരു സിറ്റിയാണ്. ഇവിടം കൊണ്ട് റോഡ് അവസാനിക്കും, അതാണ് ഏറ്റവും വലിയ രസം ഈ ഒരു സിറ്റിയും കൊണ്ട്. വളരെ വൃത്തിയും വെടിപ്പും നല്ല ലുക്കുള്ള ഒരു അടിപൊളി സിറ്റിയാണിത്. തണുപ്പ് ഒരു രക്ഷയില്ല, കൈ കഴുകാനും പോലും പറ്റാത്ത അവസ്ഥയാണ്, അത്രയ്ക്ക് തണുപ്പാണ്. ഫ്രീസായി പോകണം. പിന്നെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, 2 ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്, 2 ഓംലെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല ഫുഡ് പ്രതീക്ഷിക്കുന്നുണ്ട്, നോക്കാം. ഇന്ന് ഉച്ചക്കത്തെ പോലെ പ്ലിങ്ങാവൊന്നും തോന്നുന്നില്ല. ബിരിയാണി വന്നിട്ടുണ്ട്, സംഗതി നല്ല അത്യാവശ്യം നല്ല സ്പൈസിയാണ്. മന്തിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്, നമ്മുടെ നാട്ടിലെ ബിരിയാണി പോലെയല്ല. കൊള്ളാം.
പഹൽഗാമിൽ നമ്മൾ താമസിച്ചിരുന്ന ഒരു റൂം ഇതാണ്. ഇതിൻ്റെ മേലെയാണ് നമ്മൾ താമസിച്ചിരുന്നത്. നമ്മളിപ്പോൾ ഇനിയിപ്പം ഇവിടെ 2-3 പോയിൻറ്റ്സ് കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ശ്രീനഗറിലേക്കാണ്. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്ന റൂം വെക്കേറ്റ് ചെയ്യണം. I know you think she's sweet as candy. I know you wanna be with her, but Josie got a reputation to scratch behind that purr. She's got her little game perfected. She'll let you think you have control, and then one day when you least expect it, she'll steal away your soul. It's so easy when you think you're winning, but she's got herself another plan. അങ്ങനെ ഏകദേശം 14 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് ചന്ദൻ വാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചന്ദൻ വാലി സ്നോ പോയിന്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതായത് അമർനാഥ് യാത്രയില്ല, അമർനാഥ് ട്രക്കിംഗ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് അതിൻ്റെ നമുക്ക് അങ്ങോട്ട് പെർമിഷൻ ഇല്ല. അല്ലെങ്കിൽ നമുക്കൊരു 30 കിലോമീറ്റർ അല്ലേ, ഏകദേശം ഒരു 30 കിലോമീറ്റർ നമുക്ക് ഉള്ളിലേക്ക് ഇനിയും പോകുമായിരുന്നു. പക്ഷേ ഇപ്പം അത് നിർത്തി വെച്ചിരിക്കുകയാണ്, അതിൻ്റെ ടൈമേ അല്ല. അപ്പം ഇവിടെ മെയിനായിട്ടുള്ളത് കണ്ടോ, സ്നോ പോയിൻ്റാണ്. വണ്ടിയൊക്കെ ഇതുവരെ വരുള്ളൂ. ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. വരുമ്പോഴുള്ള കാഴ്ചയെല്ലാം കണ്ടല്ലോ, സൂപ്പറാണ്, ഒരു രക്ഷയില്ല. കണ്ടാ, നൈസ് വൈബാണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്താൽ, അവിടെ കുറേ ആളുകൾ മഞ്ഞിൽ കളിക്കുന്നുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം. ഇതിന് നമ്മൾ ഇത് കയറണമെന്നുണ്ടെങ്കിൽ ശരിക്കും അതിനനുസരിച്ചുള്ള ഷൂ നമ്മൾ വാങ്ങണം. പക്ഷേ ഷൂ വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്ലിപ്പ് ആവുന്നുണ്ട്. സാധാരണ ഷൂ ഇട്ടിട്ട് നടക്കുമ്പോണ്ടല്ലോ അത്യാവശ്യം നന്നായിട്ട് സ്ലിപ്പ് ആവുന്നുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. മഞ്ഞിൽ ഇറങ്ങുക, മഞ്ഞ് കൊണ്ട് എറിഞ്ഞ് കളിക്കുക. കണ്ടോ, എല്ലാവരും നല്ല എൻജോയ്മെൻറ്റിലാണ്. കണ്ടോ, അപ്പോൾ ഇതാണ് മഞ്ഞുമല. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലവിധ പരിപാടികൾ ചെയ്യുന്നുണ്ട്. അതിലൊരു പരിപാടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ആളുകളെ ഈ വണ്ടിയിൽ ഉന്തി കൊണ്ടുപോകണം, വലിച്ച്. കണ്ടോ, മഞ്ഞിലൂടെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നൊരു പരിപാടിയുണ്ട്. അതേപോലെ മുയൽ, ആട്, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളെ കയ്യിലെടുത്തിട്ട് അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ, അങ്ങനെ പല പല പരിപാടികളുണ്ട്. കേട്ടോ, നമുക്കേ നടക്കാൻ പറ്റില്ല, സ്ലിപ്പായ. അപ്പോഴാണ് ഇവർ വലിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരെ. കണ്ടോ, കഷ്ടപ്പെട്ട് വലിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അതേപോലെ തിരിച്ചിറക്കും ചെയ്യും. ഇറക്കണാണ് ശരിക്കും ഭയങ്കര ഡേഞ്ചർ, സ്ലിപ്പായി പോകും പല സമയത്തും. അതുപോലെ വേറെ പരിപാടി കണ്ടോ, പ്രാവിനെയും കൊണ്ട് നമ്മളടുത്തേക്ക് വന്നിട്ട് ഇതാ കണ്ടോ, കയ്യിൽ കണ്ടോ, ഈ പ്രാവിനെയും കൂടെ നമ്മളടുത്ത് വന്നിട്ട് ഫോട്ടോ എടുക്കാനുണ്ടോ എന്ന് ചോദിക്കും. 10, 20, 30 കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഫോട്ടോ എടുത്ത് തരും. കണ്ടോ, ഈ ആടിനെ കൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റുമോ?
കണ്ടോ, എന്ത് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് വലിച്ചു കൊണ്ടുവരുന്നത് നോക്ക്. കണ്ടോ, അവിടെയൊക്കെ നല്ല സ്ലിപ്പാവും. നമ്മളിതാ തിരിച്ച് നടക്കുകയാണ്. നോക്കിയും കണ്ടും നടന്നിട്ടില്ലെങ്കിൽ മൂക്കും കുത്തി താഴെ വീഴും, അതൊരു സംശയമില്ല. ഇവിടെ എല്ലാവരും പടപടാന്നും പറഞ്ഞ് വീഴുന്നുണ്ട്. ഞാൻ ഇതുവരെ വീണില്ല. ഒന്ന് തെന്നിപ്പോയി, മൊബൈൽ ജസ്റ്റ് കൈമണ്ണ് മിസ്സായി എന്നുള്ള രീതിയിലെത്തി, പക്ഷെ ഇതുവരെ വീണിട്ടില്ല. കാശ്മീരിൻ്റെ താഴ്വരയിൽ ഇരുന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഐസ്ക്രീം തിന്നണം, മനസ്സിലായോ? നല്ല തണുപ്പുള്ള സ്ഥലത്ത്, തണുപ്പുള്ള ഏരിയയിൽ ഇരുന്നിട്ട് തണുപ്പുള്ള ഐസ്ക്രീം തിന്നണം. പൊളിയാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേതാബ് ലേക്കാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, ബേതാബ് ലേക്ക്. നല്ല അടിപൊളി വ്യൂ ആണ്, ഉണ്ടോ? ഇത് ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്, ബേതാബ് ലേക്ക്. ഇവിടെയുള്ള ഒരു പരിപാടി ഞാൻ പറഞ്ഞില്ല, നല്ല ആടിനെ നല്ല സുന്ദരിയാക്കി ഫ്രീക്കായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കമ്മല് വരെ ഉണ്ട്. നോക്കുന്നില്ലല്ലോ. ഇപ്പോൾ ഓക്കെ, അടിപൊളി.